നമ്മുടെ നെഞ്ചിലും ഈ മനുഷ്യൻ്റെ വിരകം നിറിപിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചിത കത്തുകയാണ്. അതോടൊപ്പം നമ്മുടെയൊക്കെ മനസ്സിലും ഇത്തരമൊരു ചിത ആളിക്കത്താൻ തുടങ്ങുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുപക്ഷെ എന്തിനാണ് നിങ്ങളിതൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മളൊക്കെ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതൊക്കെ പറയുന്നത്. എന്തിനാണ് അർജുന് വേണ്ടി നമ്മൾ ഗംഗാവലി പുഴക്കരയിൽ 72 ദിവസം കാത്തിരുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളോട് നമുക്കൊന്നേ പറയാനുള്ളൂ, നമ്മളൊക്കെ മനുഷ്യരാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. ഈ ചിത കത്തുന്നത് ഓരോ മലയാളിയുടെയും മനസ്സിലാണ് എന്ന് നമുക്കറിയാം. എത്രയോ ദിവസങ്ങളായി പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങളിൽ ഈ അർജുൻ മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ച എത്രയോ ആളുകൾ ഇപ്പോൾ വീട്ടിൽ ടെലിവിഷൻ സ്ക്രീനിന് മുന്നിലിരുന്ന് വിഷമിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അർജുൻ്റെ അമ്മയെപ്പോലെ, ഷീല എന്ന് പറയുന്ന അമ്മയെപ്പോലെ എത്രയോ അമ്മമാർ വീടുകളിലിരുന്ന് വേദനിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഈ അച്ഛനും അമ്മയും പോലെ ഒരച്ഛനും അമ്മയും ആകരുതെന്ന് ആഗ്രഹിക്കുന്ന, അതായത് താൻ ജീവിക്കുന്ന കാലത്ത് തന്നെ തൻ്റെ മകൻ്റെ സംസ്കാര ചടങ്ങുകൾ കാണേണ്ടി വരുന്ന മാതാപിതാക്കളുടെ അവസ്ഥയാണ് ഈ നമ്മുടെ ഏറ്റവും വലിയ ശാപം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ദുഃഖം കനിഭവിച്ച് നിൽക്കുന്ന കണ്ണാടിക്കലെ നിമിഷങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ആരവങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുമ്പോൾ, ഈ ജനക്കൂട്ടങ്ങളൊക്കെ പിരിഞ്ഞു പോയി കഴിയുമ്പോൾ, ഈ വീട്ടിൽ അവർ മാത്രം തനിച്ചുമാകുമ്പോൾ അവർക്ക് മാത്രം തിരിച്ചറിയാൻ കഴിയാത്ത ചില കണ്ണീരിൻ്റെ അംശങ്ങളുണ്ട്. ആ അംശത്തിൻ്റെ ആ വേദനയിലായിരിക്കും വരുന്ന ദിവസങ്ങളിൽ അവർ കഴിയുക. പക്ഷേ അവരെ നെഞ്ചോട് ചേർത്ത വലിയൊരു ജനാവലി അവർക്ക് പുറത്തുണ്ട് എന്ന കാര്യം അവരെ ആത്മധൈര്യത്തിൽ ജീവിപ്പിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.